ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഓർഗാനിക് കെമിസ്ട്രി എടുത്ത് അല്ലെ, ഓർഗാനിക് കെമിസ്ട്രിയുടെ കണ്ടന്റ് ആണ് ഇന്ന് നമ്മളൊരു എന്തായാലും ആ പഠിപ്പിച്ച അത്രയും കാര്യങ്ങളൊന്ന് വീണ്ടും റിവൈസ് ചെയ്യും. പ്ലസ് നമ്മൾ ഇന്ന് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിന്റെ ന്യൂമറിക്കൽ, അടുത്ത ക്ലാസ് ന്യൂമറിക്കൽ ആണ്. അപ്പോൾ ഇന്ന് എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ 3 ചാപ്റ്റേഴ്സിന്റെ കണ്ടന്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വീണ്ടും ഒന്ന് കൊണ്ടുവരാം കേട്ടോ. ഓർത്തോ, കണ്ടന്റ് ഞാൻ ക്ലിയർ ആയിട്ട് പറയിപ്പിക്കും. നിങ്ങളെ കൊണ്ട് ഇവിടെ ഒന്ന് ഇക്വേഷൻസുകൾ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് ഓരോന്നായിട്ട് ഓരോരുത്തരെ പറയാവുന്ന അത്രയും പറഞ്ഞു ക്ലിയർ ചെയ്യുക, പറയുക, കുറെ പ്രാവശ്യം വായിക്കുക, ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരിക. അടുത്ത ക്ലാസ്സുകളിൽ വരുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യും. പ്ലസ് നമുക്ക് KVയുടെ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട്, പ്രീ ബോർഡ്. ഓക്കെ, ആ പ്രീ ബോർഡിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓർഗാനിക്കിന്റെ നമ്മൾ ചോദിച്ച ടൈപ്പ് ഒക്കെ വല്ലതും വന്നോ അത് നോക്കണം. രണ്ടാമത് നമുക്ക് ചെയ്യേണ്ടത് അതിൽ ന്യൂമറിക്കൽ ഉണ്ട്. അപ്പൊ ഈ ന്യൂമറിക്കലും ആ ന്യൂമറിക്കലും എങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാം അതും കൂടി ഒന്ന് നോക്കി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും മറക്കരുത് എന്ത് കൊണ്ടുവരണം, ഫാസ്റ്റ് ട്രാക്ക് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ഫാസ്റ്റ് ട്രാക്കില ഈ 3 ചാപ്റ്റേഴ്സിലെ എല്ലാത്തിന്റെയും ഓരോ ടൈപ്പുകൾ ചെയ്യണം കേട്ടോ. ഓരോ ടൈപ്പുകൾ എല്ലാത്തിന്റെയും ഓരോ ടൈപ്പ്. എത്ര ടൈപ്പ് ഉണ്ട് അപ്പോൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ? ഏകദേശം 10 പ്ലസ് ഒരു 3 കൂടി എക്സ്ട്രാ വരും കേട്ടോ. ഓർത്ത് നോക്കാം, ഒരു 13 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ തീരും. ദെൻ ഇലക്ട്രോ കെമിസ്ട്രി ഏകദേശം 11 ആണ്. 11 ടൈപ്പ് കേട്ടോ. ഓർത്ത് നോക്കാം, അതിൽ രണ്ടെണ്ണം മിക്സ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് 11 ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. കെമിക്കൽ കൈനറ്റിക്സും ഏകദേശം ഒരു 6 എന്നുള്ളതൊരു 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീരും. അപ്പോൾ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് 10 വെച്ച് 30 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ന്യൂമറിക്കൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇക്വേഷൻസ് ഒരു പ്രാവശ്യം എടുത്തെഴുതണം. ഓക്കെ, ഇവിടെ വന്ന് പറയണം, വീണ്ടും കാണാതെ എഴുതിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ കൺവീനിയന്റ്, ഇപ്പൊ ചില കുട്ടികൾ നേരെ തന്നെ റിവിഷൻ കേട്ടോ. ഓർത്തോക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് ഇപ്പൊ ജ്യോതിസ് എക്സാമിന് വേണ്ടിയിട്ട് ഇത് മുഴുവൻ പഠിച്ചതാണ്. അപ്പൊ അവരൊക്കെ ആദ്യം പറയും കേട്ടോ. ഓർത്ത് നോക്കാം, ചില ആൾക്കാർ ഓർഗാനിക് അല്ലെ അല്ലെങ്കിൽ DF ഒക്കെ ആയിരിക്കും പഠിച്ചിരിക്കുന്നത്, നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പൊ കിട്ടുന്ന അത്രയും പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്ന് പറയും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സെക്ഷൻ ആണ്, നിങ്ങൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഒരു കേട്ടോ മൈൻഡ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കണം. ഓക്കെ, നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. കേട്ടോ, എല്ലാവരും ഒന്ന് എടുത്തെഴുതി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ക്ലിയേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ഇക്വേഷൻ E0 cell equal to E0 cathode minus E0 anode കേട്ടോ. ഓർത്ത് നോക്കുക. ദെൻ സെക്കൻഡ് ഇക്വേഷൻ E cell equal to E0 cell minus 0.059 divided by n log കേട്ടോ. ഓർത്ത് നോക്കുക, ഇക്വേഷൻ ആണ്. തേർഡ് E0 cell equal to 0.059 divided by n log Kc എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ദെൻ ഡെൽറ്റ G equal to minus NF E0 cell കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഏത് ഇക്വേഷൻ എന്തെങ്കിലും പോലെ മാറിപ്പോയിട്ടുണ്ടോ ചോദിച്ചോ? ഏതായിരുന്നു? സെൽ കോൺസ്റ്റന്റ് G സ്റ്റാർ കേട്ടോ ഈക്വൽ ടു R കാപ്പ. 7th വൺ സെൽ കോൺസ്റ്റന്റ് G സ്റ്റാർ ഈക്വൽ ടു R കാപ്പ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓർത്ത് നോക്കുക നിങ്ങൾ. ഇത് ഡെൽറ്റ G ഗിബ്സ് എനർജി ആണ്, ഇത് R ആണ്. ഈ G എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ആണ് കേട്ടോ. ഓർത്ത് നോക്കുക, കണ്ടക്ടൻസ്. ഇത് G സ്റ്റാർ സെൽ കോൺസ്റ്റന്റ് കേട്ടോ. ഓർത്ത് നോക്കുക. ലാംഡ m മോളാർ കണ്ടക്ടിവിറ്റി, ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, K യുടെ ഇക്വേഷൻ. അത് വേണമെങ്കിൽ അതും കൂടി ഒന്ന് എഴുതി വെച്ചു. ഇവിടെ KA ഇതേ ഇതിൽ വരുന്നതാണ്. K ഈക്വൽ ടു C ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, അത് നമുക്ക് ശരിക്കും സൊല്യൂഷൻ അവിടെ കുറച്ച് ഇക്വേഷൻ ഉണ്ട്. ഐഡ അല്ലെ, ആൽഫ ഈക്വൽ ടു I മൈനസ് 1 ഡിവൈഡ് ബൈ N മൈനസ് 1 അല്ലെ. അത് ഇത്തിരി ഡെപ്ത് ആയിട്ട് പോകുന്ന ഇക്വേഷൻ ആണ്. ആ ഒരു ഇക്വേഷൻസ് കൂടി ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇത് ഏറ്റവും പ്രിലിമിനറി ഇക്വേഷൻസുകളാണ് വരുന്നത് കേട്ടോ. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായി? നിങ്ങൾക്ക് ഒരേ പേപ്പറാണോ? TKV ഒരേ പേപ്പറാണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിന്റെ ന്യൂമറിക്കൽസുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പ്ലാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൊണ്ട് ഞാൻ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് എത്താം കേട്ടോ. ഓക്കെ, നിങ്ങൾ പഠിച്ചു തുടങ്ങണം, വേഗം ഒന്ന് എടുത്തെഴുതണം കേട്ടോ.
നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എന്താന്ന് ഓർമ്മയുണ്ടോ? ഇന്ന് എന്തെടുക്കുന്നതാണ് പറഞ്ഞത്? ബിലാൽ ഓർമ്മയുണ്ടോ? ബിലാലിനെ കൊണ്ട് മാത്രമാണ് നേരത്തെ കഴിയുമ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം എടുക്കുന്നതാണ് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്തിയാണ് ABCD ക്വസ്റ്റ്യൻ. ഓർമ്മയുണ്ടോ? ഓക്കെ, ഇന്ന് അത് കുറച്ച് ചെയ്തല്ലേ ഉള്ളൂ. ഇന്ന് ഏകദേശം ഒരു അല്ലേ ബിലാല് 2 ചെയ്തു കേട്ടോ. ഓർത്തോ, ആ ടൈപ്പാണ് എന്നാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇന്ന് ABCD മാറ്റി വെക്കാൻ കാരണം ബാക്കിയുള്ളതെല്ലാം പഠിച്ച് എല്ലാവരും ഉറപ്പുവരുത്തി എന്ന് കരുതിയിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വലി എനിക്ക് ഒന്നും കൂടി ആ ഓർഗാനിക് ഒന്ന് ഉറപ്പിക്കാനുണ്ട് കേട്ടോ. ഓർത്തോ, ഇൻഡിവിജ്വലി കേട്ടോ. ഓക്കെ, അത് ഞാൻ ചോദിക്കും. അപ്പോൾ ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. ടുഗദറായിട്ട് ആരെങ്കിലും 1-2 പേര് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും അവരെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടി ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വെർത്ത്ഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമ്മൾ DNP ചെയ്ത് ഓർമ്മയുണ്ടോ? DNP ആ ക്വസ്റ്റിന്റെ വേറെ രീതിയിൽ അവർ പറ്റിക്കുന്ന രീതിയിൽ അല്ലേ. ഞാനും ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ആ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് കരുതി വേഗം തന്നെ ആൻസർ അങ്ങ് എഴുതി കൊടുത്തു കേട്ടോ. ഓക്കെ, നമ്മളൊരു മോളിക്കൂൾ എഴുതണ ഇത് കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ ആയിരിക്കും, അതേ ഫോർമാറ്റിൽ വേറൊരു രീതിയിൽ നല്ല രസമുള്ള ക്വസ്റ്റ്യൻ. എളുപ്പമാണ്, പക്ഷെ അപ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് എന്ന് കരുതി അല്ലേ ഒത്തിരി ഒന്ന് മാറ്റി ചോദിച്ചു. അവനെ എഴുതണം കേട്ടോ, എഴുതിക്കോട്ടോ, വേഗം എടുത്ത് എഴുതണം കേട്ടോ, എന്നിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് എഴുതി എന്ന് കരുതാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. മോനെ എഴുതിക്കൊള്ളണം കേട്ടോ. അപ്പോൾ എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടന്റുകൾ ഫസ്റ്റ് ഒന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കാം. നമുക്ക് സൊല്യൂഷനിൽ തുടങ്ങാം. സൊല്യൂഷൻ അല്ലേ? ഓക്കെ, സൊല്യൂഷനിൽ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? സോല്യൂട്ട് ആൻഡ് സോൾവെന്റ്. വാട്ട് യു മീൻ സോല്യൂട്ട്? ഒറ്റ വേർഡല്ല. സോല്യൂട്ട് എന്താ? ലെസർ ക്വാണ്ടിറ്റി ഇൻ സൊല്യൂഷൻ, അതാണ് സോല്യൂട്ട്. ലാർജർ ക്വാണ്ടിറ്റി സോൾവെന്റ് അല്ലെ? ലാർജർ ക്വാണ്ടിറ്റി സോൾവെന്റ്. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ഹെഡിങ് വരുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. അതില് എന്താണ്? സോളിഡ് സോളിഡ്, സോളിഡ് ലിക്വിഡ്, അങ്ങനെ 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 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എക്സാമ്പിൾ ഉണ്ട്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാം. അത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം ഏതൊക്കെയുണ്ട്? മൊളാലിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെന്റേജ്, ppm അല്ലെ, പാർട്സ് പെർ മില്യൺ. പിന്നെന്താണ്? പിന്നെ എളുപ്പമുള്ളത് ഉണ്ടാ ജോസിന് കിട്ടി അല്ലെ? വോളിയം, പെർസെന്റേജ് ആൻഡ് എന്തായിരുന്നു ഇവിടെ? മാസ് പെർസെന്റേജ്. അത് നമുക്ക് അറിയാവുന്ന. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എഴുതിയിട്ടുള്ളൂ. ppm എഴുതിയിട്ടില്ല. ppm ന്റെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻറ്റു 10�6. ഓക്കെ, അത് റിലേറ്റീവ്ലി വരവ് കുറവാണ്, അതുകൊണ്ട് അത് വിട്ടു. ഈ 3 ഇക്വേഷൻ. മൊളാരിറ്റി ജനറൽ ഇക്വേഷൻ എന്താണ്? മൊളാരിറ്റിയുടെ ജനറൽ ഇക്വേഷൻ ഇക്വേഷൻ അല്ല വെക്കുന്നത്. ജനറൽ ഇക്വേഷൻ മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ എന്തായിരിക്കണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് എഴുതേണ്ടത്. ദെൻ റെഡിമെയ്ഡ് ഇക്വേഷൻ ആണ് ഈ എഴുതി വെച്ചേക്കുന്നത്. എന്താണ്? WB എന്താ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലെ? ഓക്കെ, ദെൻ ഇവിടെ വോളിയം ml ആയതുകൊണ്ടാണ് 1000 കൊടുത്തേക്കുന്നത്. അപ്പൊ ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൊളാരിറ്റി തരും, എന്നിട്ട് മോളിക്കുലർ മാസ് ചോദിക്കും. അപ്പൊ ഒറ്റയടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് മൊളാലിറ്റി. എന്താ വ്യത്യാസം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ദെൻ നെക്സ്റ്റ് മോൾ ഫ്രാക്ഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ. ദെൻ നെക്സ്റ്റ് ഈ ഇക്വേഷൻ ഹെഡിങ് എന്താണ്? ഹെൻറിസിലൂടെ ഹെഡിങ് എന്താണ്? സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അതിനു മുമ്പ് ഒരു ഹെഡിങ് ഉണ്ട്. സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് അല്ലെ? ഓക്കെ, അവിടെയാണ് ഡിസൊല്യൂഷൻ. അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. P = KH × K. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഹെൻറിസ് ലോ. ഹെൻറിസ് ലോയുടെ 3 ആപ്ലിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാ? വേറെ എഡിമ അല്ല, ലാസ്റ്റ് വേറെ ടോപ്പിക് എന്തൊക്കെയായിരുന്നു? 3 ആപ്ലിക്കേഷൻ. ബെൻഡ്, അനോക്സിയ, എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടോ? 3 3 ആപ്ലിക്കേഷൻ. അത് കിട്ടണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ റൗൾസ് ലോ. P = P0 × Chi. Then Henry's law and Raoult's law എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? KH = P0. That is a special case of Henry's law and Raoult's law. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ എത്തുകയാണ് അല്ലെ? ഓക്കെ,
അവിടെ എത്തുന്നതിന് മുമ്പ് അതിന്റെ ഇടയിൽ വലിയൊരു ടോപ്പിക് ഉണ്ട്. അതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? ഡെഫിനിഷൻ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഫസ്റ്റ് കണ്ടീഷൻ, സൊല്യൂഷൻ ഒബേ Raoult's law. Second condition, delta V mix is equal to 0. Then delta H mix is equal to 0. Fourth condition, ഏറ്റവും important, AB, AA, BB interaction almost equal. Example, 3 example. A benzene and toluene, N-hexane and N-heptane. One more, bromoethane and chloroethane. And okay, അവിടെ തീർന്നു. ശ്രദ്ധിക്കുക, ഇത്രയും എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ, അതേ നിങ്ങൾക്ക് വരുള്ളൂ നോർമലി. ഓക്കെ, ഓർത്ത് നോക്കുക. then അത് കഴിഞ്ഞാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷനിൽ എന്ത് വരും? ഡെഫിനിഷൻ, പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ത് വരും? ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി എക്സ്പെക്ടഡ് Raoult's law. ഡെൽറ്റ എച്ച് മിക്സ് എന്താവും? പോസിറ്റീവ്. ഡെൽറ്റ വി മിക്സ് എന്താവും? പോസിറ്റീവ്. എക്സാമ്പിൾ എന്താണ്? അസറ്റോൺ ക്ലോറോഫോം നെഗറ്റീവോ? അപ്പൊ തന്നെ ബോധം കിടും അല്ലെ? ഓർത്ത് നോക്കാം. ആൽക്കഹോൾ കേട്ടോ, ഓർത്ത് നോക്കാം. ആൽക്കഹോളിന്റെ മിക്സിംഗ് എന്ത് വന്നാലും പോസിറ്റീവ് ആണ്. ശരിക്കും അത് പോസിറ്റീവ് ഒന്നുമല്ല, പക്ഷെ എന്താണ്, ആൽക്കഹോളിന്റെ മിക്സ് വന്നാൽ അത് പോസിറ്റീവ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എത്തനോൾ ആൻഡ് അസറ്റോൺ കേട്ടോ. ഓക്കെ, ദെൻ ആൽക്കഹോൾ എന്ന് പറയുന്നത് എവിടെ കണ്ടാലും അത് പോസിറ്റീവിൽ വരും എന്ന് ഓർത്ത് നോക്കാം. അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. ദെൻ നെക്സ്റ്റ്, അത് കഴിഞ്ഞാൽ അടുത്ത എന്തായിരുന്നു? നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ അതിന്റെ ഓപ്പോസിറ്റ് വരും അല്ലെ? പ്രഷർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ എന്ത് വരും? ലോവർ അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ P equal to P naught into Chi എന്ന് പറയുന്നത് ഇതിനേക്കാളും ലോവർ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഡീവിയേഷൻ. എക്സാമ്പിൾ എന്താ? അല്ലെ? ഓർത്ത് നോക്കാം. നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ ഉണ്ട്, പിന്നെന്താണ്? അസറ്റോൺ ആൻഡ് ക്ലോറോഫോം ഉണ്ട്, ഓർത്ത് നോക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് അസിയോട്രോപ്പ്. എന്താണ് ഡെഫിനിഷൻ? അസിയോട്രോപ്പ് ആര് പറയും? ബൈനറി മിക്സ്ചർ ഹാവിംഗ് ദി സെയിം കോമ്പോസിഷൻ ഇൻ liquid and vapor phase. And ഓർത്ത് നോക്കുക. Then minimum boiling azeotrope and maximum boiling azeotrope. Minimum boiling azeotrope example, percentage ഉണ്ട്, അത് നെഗറ്റീവ് ഡീവിയേഷൻ. മിനിമം എത്ര പെർസെന്റേജ്? 95% എത്തനോൾ ആൻഡ് 5% അപ്രോക്സിമേറ്റ്ലി അല്ലെ? ഓർത്ത് നോക്കുക. Then next അടുത്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. അതാണ് ബിലാൽ പറഞ്ഞത്, പക്ഷെ പെർസെന്റേജ് പറഞ്ഞാൽ മാർക്ക് തരില്ല. 68% HNO3 and 32% വാട്ടർ മിക്സർ. ഓക്കെ, അത് കിട്ടി. ഇത് കഴിഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാ? 4 കേട്ടോ, ഓർത്ത് നോക്കുക. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 ഏതായിരുന്നു? ഫസ്റ്റ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇക്വേഷൻ P0 minus P divided by P0 equal to X2 കേട്ടോ, ഓർത്ത് നോക്കുക. Then next, delta TB equal to KB into M അല്ലേ? Then next, delta TF is equal to KF into M അല്ലേ? ഓക്കെ, then ഇത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഇതെന്തായിരുന്നു? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, ഇത് വരുമ്പോൾ എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ പൈ ഈക്വൽ ടു CRT or N by VRT. Then next, ലാസ്റ്റ് ഇക്വേഷൻ വാൻ ഹോഫ് ഫാക്ടർ എന്തായിരുന്നത്? അബ്നോർമൽ മോളിക്കുലർ മാസ്. I equal to നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ്. അൾട്രാ ക്ലിയർ ആയിട്ട് ഇത്രയും എടുത്ത് പഠിക്കുക. ദെൻ ഇതിന്റെ താഴെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത 4 ഇക്വേഷൻസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? അബ്നോർമൽ മോളിക്കുലർ മാസില് 2 ടൈപ്പ് വരും. ഡിസോസിയേഷൻ I greater than 1. ഡിസോസിയേഷൻ I greater than 1. അവിടെ ആൽഫ ഈക്വൽ ടു I minus 1 divided by N minus 1. Then next, അടുത്ത ഇക്വേഷൻ ആണ് എന്തായിരുന്നു അതില് അല്ലെ? അസോസിയേഷൻ I അല്ലെ? I less than 1 ആണ്. അവിടെ ഇക്വേഷൻ എന്താ വരിക? ആൽഫ ഈക്വൽ ടു I minus 1 divided by 1 by N minus 1. ഓക്കെ, അപ്പോ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, ഈ ചാപ്റ്റർ തീരും. ഇവിടെ ഈ ലാസ്റ്റത്തെ ടോപ്പിക്കിൽ നിന്നാണ് 3 മാർക്കിന്റെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ആ ഇക്വേഷൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ 3 ഒരേ ഫ്രെയിമില് ഇതിൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരെണ്ണം ഇവിടെയാണ് കിടക്കുന്നത്. ഒരെണ്ണം കേട്ടോ, ഓർത്തു. ഒരെണ്ണം ഈ ഒരു ഏരിയയിലും പിന്നെ കിടക്കുന്നത് ഇവിടെ ഒരു ഏരിയയിലും ഒരു ക്വസ്റ്റ്യൻ കിടക്കേണ്ടത്. ഈ 2 എണ്ണം കൂടി മിക്സ് ചെയ്യുന്നത്. അങ്ങനെ 2 എണ്ണം ഉള്ളു നമുക്കൊരു ടഫ് ആയിട്ടുള്ള ലെവലില് വന്നേക്കുന്നത്. പാസ്റ്റ് ഇയറിൽ ഇതിനു മുമ്പ് ചോദിച്ചേക്കുന്ന സമയത്ത് ഒരു ടഫ് പോയിന്റ് ഓഫ് വ്യൂല് വന്നേക്കുന്നത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഒരു ജനറൽ ഐഡിയ ആണ്, എററൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് നോക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക, അത്രയും പ്രോസസ് ഉള്ളൂ. കറക്റ്റ് ആയിട്ട് നോക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ടഫ് എന്ന് പറയുന്നത് 2 റീജിയൻ, അത് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് മാറ്റി പിടിക്കും. 10 ഈ 10th കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ടഫ് ആയിട്ട്. അത്
റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് ആ പാസ്റ്റ് ഇയറിന്റെ ബുക്കിൽ കറക്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ലെങ്ത് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ. ഓർത്ത് നോക്കുക, 2 പേജാണ് ആക്ച്വലി വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത് 3 മാർക്ക് 5 മാർക്ക് വരെ വരാവുന്ന ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നും പിന്നെ ഒരെണ്ണം കിടക്കുന്നത് ഇവിടെ ഐനസിന്റെ കേട്ടോ. ഓർത്ത് നോക്കുക, ഈ 2 ഏരിയ മാത്രമേ ഉള്ളൂ നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ഒന്ന് മാറ്റി പഠിക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാം ഒരേ ലെവലാണ്. ഇനി അടുത്ത ചാപ്റ്റർ എടുക്കാം, ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ആദ്യത്തെ ടോപ്പിക് എന്താണ്? ഫസ്റ്റ് ഡാനിയൽ സെൽ അല്ലെ. ഡാനിയൽ സെല്ലിൽ ഓർത്തിരിക്കാൻ ഒരു ടിപ്പ് നമ്മൾ പഠിപ്പിച്ചു വെച്ചൊരു ലോൺ. വാട്ട് യു മീൻ ലോൺ? ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. ദെൻ ഇവിടെ നിന്ന് നമ്മൾ നോക്കും ഫസ്റ്റ് ഇക്വേഷൻ ഇ നോട്ട് സെൽ, ഇ എം എഫ് ആണ് അല്ലെ. ഇ എം എഫ് ഈക്വൽ ടു ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആനോഡ്. ദെൻ നെക്സ്റ്റ് അടുത്ത് എന്താ? ഇ സെൽ ഈക്വൽ ടു അല്ലെ, ഓർത്ത് നോക്കുക, ഇ നോട്ട് സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ എൻ log c raised to c d raised to d divided by a raised to a and b raised to b. ഇത് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഏതായിരുന്നു? ഇതല്ല നെയിംസ് ഇക്വേഷൻ. ഇതിന് മുമ്പ് ഒരു ഇക്വേഷൻ ഉണ്ട്, അതെന്തായിരുന്നു? 2.303 r t by nf അല്ലെ. ഓർത്ത് നോക്കുക, അവിടെ നിന്നാണ് ഈ ഒരു കുഞ്ഞു വാല്യൂയിലേക്ക് അത് മാറുന്നത്. അവിടെ ടി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടി സ്റ്റാൻഡേർഡ് എത്രയാ? 298 കേട്ടോ. ഓർത്ത് നോക്കുക, 25 ഡിഗ്രി സെൽഷ്യസ് ആ സ്റ്റാൻഡേർഡ് 298ലാണ് ഇത് ചെയ്തു വരിക. എഫ് എത്രയായിരിക്കും? 96500. അതറിയണം, അതിൽ നിന്നാണ് ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അവിടെ ഈ സെല്ല് 0 ഇക്വിലിബ്രിയം വന്ന ഈ സെൽ എന്താവും? 0. അങ്ങനെ 0 വരുമ്പോഴാണ് ഇക്വേഷൻ വരുന്നത് ഇ നോട്ട് സെൽ ഈക്വൽ ടു 0.059 ഡിവൈഡഡ് ബൈ എൻ log kc കേട്ടോ. ഓർത്ത് നോക്കുക, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് kc. ദെൻ അടുത്ത ഇക്വേഷൻ ആണ് ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ നോട്ട് സെൽ കേട്ടോ. ഓർത്ത് നോക്കുക, ഇത് എന്താണ്? ഇ നോട്ട് സെൽ എന്താ? ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ. ഡെൽറ്റ ജി എന്താ? ഗിബ്സൺ ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ അല്ലെ, ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഒരു കൊച്ചു ഡെറിവേഷൻ പോലെ കണ്ടക്ടൻസ് അല്ലെ. ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. ദെൻ ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. റോ എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ എന്താ? അല്ലെ, ഫിസിക്സിൽ പറയുമ്പോൾ നമ്മൾ യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആക്കി കൊടുക്കാം. ഈക്വേഷൻ എഴുതിയിട്ട് അല്ലെ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നിട്ട് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അങ്ങനെ ഫിസിക്സിൽ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡെഫിനിഷൻ ഒരു വേർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അത് എഴുതി വെക്കുക, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ആൻ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ എന്താ? സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ആൻ എ പെർട്ടിക്കുലർ സബ്സ്റ്റൻസ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ലൈനാണ്, അത് എഴുതി വെക്കണം. എന്നിട്ട് ഈ കാര്യം ഫിസിക്സിൽ എഴുതുന്ന പോലെ കോൺസ്റ്റന്റ് എന്ത് കൊടുക്കുമ്പോഴും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരേപോലെ ഡിഫൈൻ ചെയ്യുക കേട്ടോ. ഓർത്ത് നോക്കുക, യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ടുള്ള വാല്യൂയിലേക്ക് അത് മാറ്റുക കേട്ടോ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ആണ് ജി കണ്ടക്ടൻസ് ആണ്. കാപ്പ എന്താ? കാപ്പ എന്ന് പറഞ്ഞ സാധനം കണ്ടക്ടിവിറ്റി കേട്ടോ. ഓർത്ത് നോക്കുക, എ ബൈ എൽ. ദെൻ ജി സ്റ്റാർ എന്തായിരുന്നു? സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു ആർ കാപ്പ. അല്ലാതെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, എൽ ബൈ എ കേട്ടോ. ഓർത്ത് നോക്കുക, അപ്പോൾ ജി സ്റ്റാർ ഈക്വൽ ടു ആർ കാപ്പ ഈക്വൽ ടു എൽ ബൈ എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 8th ഇക്വേഷൻ ലാംഡ എം ഈക്വൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ഇൻറ്റു 1000. കാപ്പ ഡിവൈഡ് ബൈ മൊളാരിറ്റി ഇൻറ്റു 1000. അടുത്ത 9th ആൽഫ ഈക്വൽ ടു എന്തായിരുന്നു? ലാംഡ എം. ലാംഡ എം എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ നോട്ട് എം എന്താണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെ. ഓർത്ത് നോക്കുക. ദെൻ ഇവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ചാപ്റ്ററിൽ വേറെ തിയറട്ടിക്കൽ ഏരിയ ഒന്നുമില്ല. ഇവിടെ ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ വരും. എന്താണത്? ഈ ചാപ്റ്ററിൽ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമ്മൾ കണ്ടു. ഈ ഇതിലൊന്നും വേറെ തിയറട്ടിക്കൽ എന്ന് പറഞ്ഞ ഐഡിയയിൽ മാത്രമേ ഉള്ളൂ അല്ലെ. ഓക്കെ, ഇവിടെ എന്താ തിയറി വരുന്നത്? കൊളറിഷ് ലോ. എന്തായിരുന്നു കൊളറിഷ് ലോ കേട്ടോ? അത് പറയിപ്പിക്കും എന്തായാലും കൊളറിഷ് ലോ എല്ലാവരും കൊണ്ട്. എന്താ പറഞ്ഞു? ഓർത്ത് നോക്കാം അല്ലെ. ഓർത്ത് നോക്കാം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് is the sum of individual contribution of cation and anion കേട്ടോ. ഓർത്ത് നോക്കുക, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് കേട്ടോ. ഓർത്ത് ഏത് ചോദിച്ചോനെ? ഇല്ല, ഇത് ആദ്യം വരുന്ന ഏതിലായിരുന്നു? ഈ കൊളറിഷ് ലോ വരുന്ന സ്ട്രോങ്ങിലാണോ വീക്കിലാണോ? എവിടെ നോക്കി കേട്ടോ. ലാംഡ NaCl ഈക്വൽ ടു
ലാംഡ നോട്ട് Na പ്ലസ് ആൻഡ് ലാംഡ നോട്ട് Cl മൈനസ്. ഓർത്ത് നോക്കുക, ലാംഡ നോട്ട് Cl മൈനസ്. ഇത് സ്ട്രോങ് ആണോ വീക്ക് ആണോ? സ്ട്രോങ്. സ്ട്രോങ്ങിലാണ് സംഭവം അപ്ലൈ ചെയ്ത് കൊണ്ടുവരാൻ കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി മോനാ ചോദിച്ചതിൽ എന്തായിരുന്നു വീക്ക്? ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് അല്ലേ? ഓക്കെ. വീക്ക് ഇലക്ട്രോലൈറ്റിൽ എന്ത് പറ്റും? പറ്റില്ല. എന്തുകൊണ്ടാ? അറിയാലോ, അതിന്റെ ഗ്രാഫ് ഓർമ്മയുണ്ടോ? ഗ്രാഫ് എങ്ങനെയാ വരുന്നത്? ഇങ്ങനെ വന്ന ഇതേതാ? വീക്ക്. ഇങ്ങനെ വരുമ്പോ കേസിൽ ഈ ഗ്രാഫാണോ ഉദ്ദേശിച്ചത്? വേറൊരെണ്ണം കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫാണ്. അല്ലാതെ വേറൊരു ഗ്രാഫ് കണ്ടിട്ടുണ്ടോ? ആ ക്വസ്റ്റ്യൻ നിന്നാണോ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്ത് വരും? C⁻²12. ഇവിടെ എന്ത് വരും? ലാംഡ m അല്ലേ? ഓർത്ത് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് കൊളസ്ട്രോയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഇങ്ങനെ ഓർത്ത് നോക്കാം, കണ്ടോ? ഓർത്ത് നോക്കാം. അത് നോർമലി സ്ട്രോങ് ആണ്, വീക്കിനും പറ്റും. പക്ഷെ സ്ട്രോങ്ങിന്റെ അണ്ടറിലാണ് കൊളസ്ട്രോൾ എഴുതി വെച്ചേക്കുന്നത്. എന്നാലാണ് നമുക്ക് കിട്ടത്തുള്ളൂ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ electrolyte is the sum of individual contribution of ആരൊക്കെ വരും? കാറ്റയോൺ ആൻഡ് ആനയോൺ. കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അത് ശരിയാ, തുടങ്ങി. കൊളസ്ട്രോൾ is the sum of cation and anion. Limiting molar conductivity. Sum of individual contribution of cation and anion. Once more. Of an electrolyte is the individual contribution of anion and cation. Okay, പറഞ്ഞു. Sum of individual contribution of cation and anion. പറഞ്ഞു. Electrolyte cation and anion. ജ്യോതിഷ് പറഞ്ഞു. പറഞ്ഞു. കേട്ടോ, ക്ലിയർ ആണല്ലോ? ഓർത്ത് വെക്കാം. ദെൻ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത തിയറട്ടിക്കൽ ഏരിയ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഫസ്റ്റ് പോയിന്റ് എന്താ? അല്ലെ, ലാർജർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആണ്, 100% ആണ് അല്ലെ, ലാർജർ ഡിഗ്രി. മറ്റേ വീക്ക് എന്തായിരിക്കും? ലോവർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. നമ്മൾ ടേബിൾ ആക്കിയിട്ടാണ് ഫസ്റ്റ് പോയിന്റ്. ഒരു പോയിന്റ് കൂടി ഉണ്ട്, രണ്ടാമത്തെ പോയിന്റ്. ആ ഗ്രാഫ് വെച്ചിട്ടാണ്. ഗ്രാഫ് വെച്ചിട്ട് എന്ത് വരും? എങ്ങനെ വരണം? ഒരെണ്ണം ഇങ്ങനെയല്ലേ പോകുന്നത് അല്ലേ? ഓർത്ത് നോക്കാം. എന്താ എങ്ങനെ പോകുന്നത്? ഗ്രാജുവലി. വീക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ഗ്രാജുവലി ഓൺ ഡൈലൂഷൻ. ഡൈലൂട്ട് ചെയ്യാന്ന് പറയും. പ്രാക്ടിക്കലിന്റെ പഠിച്ചോ കേട്ടോ. ഓക്കെ, അപ്പോഴേക്കും വരാം, നാളെ എക്സാം അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അയാൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അങ്ങനെ നോക്കി തുടങ്ങി കേട്ടോ. പ്രാക്ടിക്കലിന് ഓർമ്മയുണ്ടോ എന്തൊക്കെയാന്ന്? നിങ്ങൾക്ക് തുടങ്ങി എത്ര പേർക്ക് മോഡൽ പ്രാക്ടിക്കൽ ഉണ്ട്? ഇത് കഴിഞ്ഞിട്ടാണ് അല്ലേ? ഓക്കെ, ചോദിക്കണം കേട്ടോ. ഓക്കെ, പ്രാക്ടിക്കല് നമുക്ക് എത്ര മാർക്കാ? പ്രാക്ടിക്കൽ ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞേക്കട്ടെ, ഓർത്തുകൊണ്ടോ. 30 മാർക്ക് അല്ലേ? എങ്ങനെയാ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ? മെയിൻ ആയിട്ട് 30 മെയിൻ എത്രയാ റെക്കോർഡിനൊക്കെ തന്നെ? ടോട്ടൽ പ്രാക്ടിക്കല് 30. അതെങ്ങനെയാ വന്നേന്ന് പറഞ്ഞാൽ സോൾട്ട് അനാലിസിസ് ഇല്ലേ? സോൾട്ട് അനാലിസിസും നിങ്ങളുടെ വോളിമെട്രിക് അനാലിസിസും കൂടി 22 മാർക്ക് വരും. 22 ഓർത്ത് നോക്കാം. ദെൻ 4 മാർക്ക് കണ്ടന്റ് ബേസ്ഡ് അനാലിസിസ്. അപ്പൊ 3 ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരിക. ഏതൊക്കെയായിരിക്കും? ഒരെണ്ണം എന്തായിരിക്കും? സോൾട്ട് അനാലിസിസ്. എല്ലാവർക്കും സോൾട്ട് അനാലിസിസ് ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? ആനയോൺ ആൻഡ് കാറ്റയോൺ. അടുത്തെന്തായിരുന്നു? വോളിമെട്രിക് അനാലിസിസ്. എന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ജനറലി? സ്കൂളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, എന്നാലും
എല്ലാവർക്കും കോമൺ ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും? മോർ സോൾട്ട് ആൻഡ് KMnO4. പിന്നെ എന്തുണ്ടാവും? ഓക്സാലിക് ആസിഡ് ആൻഡ് KMnO4. അത് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഇനി അപ്പോ സോൾട്ട് അനാലിസിസും ഇതും രണ്ടും കൂടി എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 22. ഇനി ശ്രദ്ധിക്കുക, 4 മാർക്ക് കണ്ടന്റ് ബേസ് അനാലിസിസ് ആണ്. 26 എത്തും വരും. ആ 4 മാർക്ക് എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻ ആയിട്ട്? ഓർഗാനിക്. ഓർഗാനിക് ഏതൊക്കെ എടുത്തു നിങ്ങൾക്ക്? ഓർഗാനിക് ഏതൊക്കെയാ? ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ഒരെണ്ണം കൂടെ ഉണ്ട്, അമീൻ, ഫിനോൾ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഫിനോൾ അല്ലെ, പുറത്തു വെക്കാം. ഇത്രയും ഓർഗാനിക് വെക്കാം. അല്ലെങ്കിൽ അവിടെ ഓപ്ഷനിലാണ് ഓർഗാനിക്. ചില ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങൾ ഒരു സ്കൂളിൽ ഒരു 20 ആൾക്കാരാണ് ഒരേ സമയം ലാബിൽ നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 എണ്ണം എല്ലാവർക്കും കോമൺ ആയിരിക്കും. ഈ പറഞ്ഞത് തേർഡ് വരുന്ന ഈ 4 മാർക്കിൻ്റെത് ചിലവർക്ക് ഓർഗാനിക് വെക്കുമ്പോൾ ചിലവർക്ക് ക്രോമാറ്റോഗ്രഫിക് പേപ്പർ ചെയ്തിട്ടില്ലേ അത്. പിന്നെ സ്റ്റാർ സൊല്യൂഷൻ എത്ര പേർക്ക് ചെയ്തിട്ടുണ്ട്? ഓക്കെ, അത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതാ ചെയ്തേക്കുന്നത്? ആദ്യത്തിൽ എഴുതുന്ന ക്രോമാറ്റോഗ്രഫി പേപ്പർ എന്തായാലും ചെയ്തല്ലേ? സ്റ്റാർ സൊല്യൂഷന്റെ ചെയ്തോ? ചെയ്തിട്ടില്ല, ഇല്ല. അപ്പൊ അവർക്കൊക്കെ ഉണ്ട്. ക്രോമാറ്റോഗ്രഫി പേപ്പർ എത്ര പേർക്ക് ചെയ്തോ? നിങ്ങൾക്കൊക്കെ ചെയ്തു ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ സ്കൂളിൽ വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും റേറ്റ് ഓഫ് റിയാക്ഷൻ ചെയ്യിപ്പിച്ചു, കെമിക്കൽ കൈനറ്റിക്സ് അത് ചിലപ്പോൾ വെക്കുള്ളൂ. അത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് വെക്കും എന്ന് പറയുന്ന ഒരു 3 എണ്ണം ഉണ്ടാവും. ആ 3 എണ്ണം പ്ലസ് ഒരു ഓർഗാനിക്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വെക്കുള്ളൂ. ആ 4 മാർക്ക് വരും. ഇനി ബാക്കി 4 മാർക്കിൽ നിങ്ങൾ ഓർത്ത് നോക്കും, നിങ്ങൾ കൊടുക്കുന്ന പ്രൊജക്ട് റെക്കോർഡ് ബാക്കിയുള്ളതെല്ലാം നോക്കിയിട്ടാണ് ഒരു ഫുൾ മാർക്കിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ 4 മാർക്കിലേ ഉള്ളൂ. അപ്പോൾ പക്ഷെ അവർക്ക് ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ മാർക്ക് കുറയ്ക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് വൈവ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വൈവ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തരും. വൈവ കിട്ടി ബാക്കിയുള്ളതെല്ലാം ശരിയാണ് എങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ഓർത്ത് നോക്കാം. ഇനി വൈവ എറർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്ര കുറയ്ക്കാം? 2 മാർക്ക് കുറയ്ക്കാം. പിന്നെ മറ്റേത് മെയിനായിട്ട് വലിയ തെറ്റ് വന്നാൽ മാത്രമാണ് അവർ കുറച്ച് മാർക്ക് കുറയ്ക്കുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഏറ്റവും കുറവ് മാർക്ക് എന്ന് പറയുന്നത് ഈ 30ൽ ഒരു 26, 27 അതിൽ താഴെ ആരും കുറയ്ക്കാറില്ല നോർമലി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്നും മര്യാദക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും. വൈവയും കൂടി വരുന്നത്. വൈവ നിങ്ങൾക്ക് തന്നിട്ടില്ലേ മിസ്? വൈവയുടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലേ? ഓക്കെ, ഞാൻ ജനറൽ ആയിട്ടുള്ള വൈവ തരാം. ജനറൽ ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നോർമലി സ്കൂള് ഇന്ന് വേറെ ടീച്ചേഴ്സ് വരുന്ന സമയത്ത് അവർ ചോദിക്കുന്നതാണ് നെസ്ലസ് റിയേജന്റ് ഏതാണ്? ഫോർമുല K2HgI4 അല്ലേ? ഓർത്ത് നോക്കാം. ദെൻ ബ്രൗൺ റിംഗ് ടെസ്റ്റ്, അതിൽ ആ ബ്രൗൺ റിംഗിന്റെ ഇക്വേഷൻ ഇല്ലേ, അതിൽ ആ സാധനം ചോദിക്കും മിക്കപ്പോഴും. അതൊക്കെ ജനറൽ ആയിട്ട് പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമാണ് ആക്ച്വലി. കാരണം ബ്രൗൺ റിംഗ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചില്ലേ നമ്മൾ? എന്തായിരുന്നു ആദ്യം ചെയ്തേ? ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ഇട്ടു അല്ലേ? ഓക്കെ, ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ഇട്ടു. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യും? ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ കൂടി നമ്മൾ ഡ്രോപ്പ് ആയിട്ട് മിക്സ് ചെയ്യാതെ എന്തിടും? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വന്നാൽ ടച്ച് ചെയ്യണ സ്ഥലത്ത് എന്ത് ചെയ്യും? ബ്രൗൺ റിംഗ് വരും അല്ലേ? ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യാം. പ്രൊജക്ട് ചെയ്യുമ്പോൾ പ്രൊജക്ട് നുണ പറയാതെ പറയാൻ നോക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. ഇപ്പൊ ഇയാൾ ചില സ്കൂളിൽ ഗ്രൂപ്പ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവും. 3 പേരും കൂടി ആയിരിക്കും ഗ്രൂപ്പ് പ്രൊജക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ബിലാൽ പറയും ഞാൻ ചെയ്തത് ഇന്ന ഒരു ദിവസം ഡിസംബറിൽ ചെയ്തു, ഇയാൾ പറയും ജനുവരി ചെയ്തു, മറ്റേ പറയും ഫെബ്രുവരി ചെയ്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 3ഉം ഇതാണ്. അപ്പോൾ അവർക്ക് അറിയാം അത് നോക്കി എഴുതിയതാണ്, വെറുതെ ആണെന്നുള്ള രീതിയിലാവും. ഹോണസ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തത്. രണ്ടാമത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് പറഞ്ഞ് അവിടെ ക്ലാരിറ്റിയിലേക്ക് പറഞ്ഞു നിർത്താൻ നോക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി പഠിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ സ്ട്രക്ചർ ആദ്യം ക്ലിയർ ആണോ എന്ന് നോക്കുക കേട്ടോ. എന്തായാലും ഇവിടെ വരെ എത്തിയെന്നാലും നമ്മൾ പലർക്കും എത്തണോണ്ട് ഒന്നുകൂടി പറയാം. ആദ്യം നിങ്ങൾ സോൾട്ട് അനാലിസിസ് എനിക്ക് കിട്ടുമോ, അതിന്റെ സ്കീം കിട്ടുമോ എന്ന് ചോദിക്കുക. പ്രിലിമിനറി എല്ലാവർക്കും അറിയാലോ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിന്റെ ഫുൾ സ്ട്രക്ചർ പറയാം. ആദ്യത്തത് എനിക്ക് എക്സ്പെരിമെന്റ് ഒന്നും വേണ്ട, ഏത് എലമെന്റ് കിട്ടുന്നതാണ് ആദ്യത്തെ ടെസ്റ്റ്? കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടാമത്തെ എന്തായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വരും, അപ്പൊ കാർബണേറ്റ്. സെക്കൻഡ് എന്തായിരുന്നു? അസറ്റേറ്റ് അല്ലെ? CH3COH വിനെഗർ സ്മെല്ലൊക്കെ വരും. തേർഡ് എന്തായിരുന്നു? അല്ലെ ഹാലജൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഹാലജൻ. ഫോർത്ത് എന്തായിരുന്നു? നിങ്ങൾക്ക് ഓക്സിഡേറ്റ് വെച്ചിട്ടുണ്ടോ? എഴുതാനെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ഓക്സിഡേറ്റ് അവർക്കൊന്നുമില്ല. ഓക്സിഡേറ്റ് എഴുതാൻ പറഞ്ഞു അല്ലെ? വെക്കാറില്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ ഓക്സിഡേറ്റ് എഴുതണം എന്നുള്ള ആൾക്കാരെ എഴുതുക കേട്ടോ. ഓർത്ത് നോക്കുക. പിന്നെ വരുന്ന എന്തായിരുന്നു? നൈട്രേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്. ക്ലോറൈഡ് കഴിഞ്ഞിട്ട് നൈട്രേറ്റ്. നിങ്ങൾക്ക് എന്താ പേപ്പർ ബോൾ ടെസ്റ്റ് ആണോ അത് കോപ്പർ ഇതാണോ? അവിടെ തന്നെ പേപ്പർ ബോൾ ആണ് അവർക്ക് അല്ലേ? പേപ്പർ ബോൾ ഇല്ലല്ലോ, കോപ്പർ ആണ് ആക്ച്വലി വരുന്നത്.
അതാണ് ഓരോ സ്കൂളിലും വ്യത്യാസം വരും കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് വരുന്നത്. ചില ഓരോ സ്കൂളിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. രണ്ട് ഉള്ളതാണ്. നമുക്കൊരു വലിയൊരു സ്കീം ഉണ്ട്, അതിൽ ഇങ്ങനെ കുറേ ഇതുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആണ് ആക്ച്വലി വരുന്നത്. പേപ്പർ ബോൾ ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കൺഫർമേറ്ററി ഏതായിരുന്നു? കൺഫർമേറ്ററി എല്ലാവർക്കും കോമൺ എന്തുണ്ട്? ബ്രൗൺ റിംഗ് ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പറഞ്ഞ ഇവിടെ ഉണ്ട് സൾഫേറ്റ്. ഇത്രയല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. ഫോസ്ഫേറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? എഴുതാൻ പറഞ്ഞു അല്ലെ, ഓക്കെ. ഓർത്ത് നോക്കാം. നോർമലി അവർക്കൊക്കെ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ ഓർത്ത് നോക്കാം, ചില സ്കൂളിൽ ഇപ്പൊ രാജഗിരിയിലെ കാര്യം ഇപ്പൊ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് നോക്കിയ സമയത്ത് രാജഗിരിയിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ആള് കിട്ടി, കാർബണേറ്റ് കിട്ടി, ബാക്കിയുള്ള ഒന്നും എഴുതണ്ട. പിന്നെ അവർക്ക് ചില സ്കൂളിൽ അങ്ങനെയല്ല പറയാറ്, ആ കാർബണേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കാർബണേറ്റ് കിട്ടി ബാക്കിയൊക്കെ എഴുതണം, എന്നിട്ട് ആബ്സെൻസ് 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 അങ്ങനെ എഴുതണം. അങ്ങനെയാണോ നിങ്ങൾക്ക്? അല്ല, കൺഫർമേറ്ററി എഴുതണ്ട, പക്ഷെ ചില ജനറൽ എഴുതണോ? ഇപ്പൊ അല്ലാതെ കൺഫർമേറ്ററി അല്ലെങ്കിലും എഴുതേണ്ടി വരില്ല. പക്ഷെ അവർക്ക് അതുപോലെ എഴുതണ്ട. അവർക്ക് എവിടെയാണ് കിട്ടുന്നത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം, വേറെ ഒന്നും എഴുതണ്ട. ഓർത്തോക്കെ അതാണ്. അല്ല, ചില സ്കൂളുകാർക്ക് ബാക്കി സ്കീം എഴുതേണ്ടി വരും. എക്സ്പെരിമെന്റ് എഴുതിയിട്ട് ആബ്സെൻസ് ആബ്സെൻസ്. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ഒരു എക്സാമ്പിൾ, കാർബണേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ? പ്രസൻസ് ഓഫ് കാർബണേറ്റ്. താഴേക്കുള്ളതൊന്നും വേണ്ട, എഴുതണ്ട എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇപ്പുറത്ത് എഴുതിയിട്ട് ആബ്സെന്റ് 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 അങ്ങനെ എഴുതേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെയുണ്ട്. നിങ്ങളുടെ ടീച്ചർ പറഞ്ഞ പോലെ ഫോളോ ചെയ്യാവൂ. ഓക്കെ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അപ്പൊ കൺഫർമേറ്ററി ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു? ആനയോണിക് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു? കാറ്റയോണിക്. അതില് ഫസ്റ്റ് ഗ്രൂപ്പ് സീറോ ഗ്രൂപ്പ് അല്ലെ. സീറോ ഗ്രൂപ്പില് അമോണിയം അല്ലെ, NH4+, നെസ്ലോസ് ഏജന്റ് അല്ലെ, അതാണ് കൺഫർമേറ്ററി വരുന്നത്. സെക്കൻഡ് ഫസ്റ്റ് ഗ്രൂപ്പ് ലെഡ്. സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പർ നമുക്ക് വെക്കുവോ? കോപ്പർ വെക്കുവോ? ഇല്ല. എന്തുകൊണ്ടാ? വാട്ട് ഇസ് ദ റീസൺ കോപ്പർ വെക്കാത്തതിന്റെ? കളേർഡ് ആണ് അല്ലെ, അപ്പൊ അതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കളേർഡ് ആണ്. തേർഡ് ഗ്രൂപ്പ് ഏതായിരുന്നു? അലൂമിനിയം അല്ലെ. ഓക്കെ. അയൺ വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, എഴുതാൻ പറഞ്ഞു അല്ലെ. ഓക്കെ, അവർക്ക് അലൂമിനിയം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഫോർത്ത് ഗ്രൂപ്പ് ഏതൊക്കെയായിരുന്നു? സിങ്കും ഒരെണ്ണം കൂടി ഉണ്ട്, മാംഗനീസ്. മെഗ്നീഷ്യം ലാസ്റ്റ്, മാംഗനീസ് Mn അല്ലെ. അത് കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. ഏതായിരുന്നു? അല്ലെ, അത് ശ്രദ്ധിക്കുക. എന്തായിരുന്നു? സ്ട്രോൺഷ്യം, ബേരിയം, കാൽസ്യം അല്ലെ. അതില് ആ ഫ്ലെയിമിൽ കാണിക്കുന്ന ടെസ്റ്റുകൾ ഉണ്ടല്ലോ അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ ആ ടെസ്റ്റ് ഒരെണ്ണം കൺഫർമേറ്ററി ആയിരിക്കും, മറ്റേത് രണ്ടാമത്തെ കൺഫർമേറ്ററി ഉണ്ടാവും അല്ലെ. രണ്ട് കൺഫർമേറ്ററിയില് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്ന രണ്ടെണ്ണം ഇല്ല, ഒരെണ്ണം ഉള്ളൂ. ഏതായിരുന്നു കൺഫർമേറ്ററി എഴുതി വെച്ചേക്കുന്നത്? ഫ്ലെയിം മാത്രമേ ഉള്ളൂ അല്ലെ, ഓർത്ത് നോക്കുക. അവർക്ക് രണ്ടെണ്ണം ഉണ്ട് അല്ലെ, നമ്മൾ രണ്ടെണ്ണം ചെയ്തു. ഇവർക്കൊക്കെ രണ്ടെണ്ണം ഉണ്ട്, നിങ്ങൾക്ക് ആ ഫ്ലെയിം മാത്രമേ ഉള്ളൂ അല്ലെ. ഓക്കെ. അവർക്കൊക്കെ ആ ചെയ്യുന്നതിൽ ഓർമ്മയുണ്ടോ ആ ടെസ്റ്റ്? ഒന്ന് പറഞ്ഞു നോക്കി. ആ തേർഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യും? ബേരിയം, അമോണിയം അല്ലെ, അമോണിയം കാർബണേറ്റ് അല്ലെ, ഓർത്ത് നോക്കുക. അപ്പൊ ഡാഷ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും കേട്ടോ, ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ടാണ് സ്ട്രോൺഷ്യം അല്ലെ, ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് കാൽസ്യം അല്ലെ. ഫ്ലെയിം ടെസ്റ്റ് എല്ലാവർക്കും അറിയാലോ. കാൽസ്യത്തിന് ഡാഷ് കളർ ഇല്ല, നിങ്ങൾക്ക് വെക്കുന്നില്ല? ഇല്ല. ഓക്കെ കേട്ടോ, ഓർത്ത് നോക്കുക. അവർക്ക് ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഉണ്ടാവും, ഫ്ലെയിം കറക്റ്റ് ആയിട്ട് കിട്ടണം. ചിലർക്ക് ഉണ്ടാവും, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെക്കില്ല, അവർക്ക് അത് വെക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ബ്രിക്ക് റെഡ് അല്ലെ. ഓക്കെ. അപ്പൊ അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഏതായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു? മെഗ്നീഷ്യം അല്ലെ, ഓർത്ത് നോക്കാം. മെഗ്നീഷ്യം ആണ് ലാസ്റ്റത്തെ വന്നേക്കുന്നത്. അപ്പൊ ഇത്രയും ഇതാണ് ഒരു ക്ലിയർ ആയിട്ട് കൊണ്ടുവരിക. പിന്നെ നമുക്ക് വോളിയോമെട്രിക് അനാലിസിസിൽ ഏതൊക്കെയുണ്ട്? ആദ്യം മോർസോൾട്ട് ആൻഡ് കെമനോഫർ. മോർസോൾട്ട് ഫോർമുല വേഗം പറഞ്ഞു. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഡബിൾ സോൾട്ടിൽ പഠിപ്പിക്കുന്ന അതേ സാധനമാണ് ആക്ച്വലി. FeSO4 ഡോട്ട് NH4 ട്വൈസ് SO4 ഡോട്ട് 6H2O എന്ന് പറഞ്ഞേ. അയൺ സൾഫേറ്റ് അമോണിയം സൾഫേറ്റ് ഡോട്ട് 6H2O എന്ന് പറഞ്ഞേ. അയൺ സൾഫേറ്റ് അമോണിയം സൾഫേറ്റ് ഡോട്ട് 6H2O. അയൺ സൾഫേറ്റ് FeSO4 ഡോട്ട് അമോണിയം NH4 ട്വൈസ് SO4 ഡോട്ട് 6H2O. ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കി. അയൺ സൾഫേറ്റ് അമോണിയം സൾഫേറ്റ് ഡോട്ട് 6H2O എന്ന് പറഞ്ഞു. ഓക്കെ, ഉണ്ടോ? അങ്ങനെയാണ് മോർസോൾട്ട് ഇരിക്കുന്നത്. ഈ മോർസോൾട്ട് നമ്മുടെ അല്ലെ KMnO4 കൂടി വെച്ചിട്ടാണ് കണ്ടെത്തുന്നത്. ഓക്കെ,
അവിടെ വന്ന സമയത്ത് എയിം ആര് തരും? അതിൽ തരും അല്ലെ, ക്വസ്റ്റനിൽ തരും. ഇനി അതിലെ പ്രിൻസിപ്പിളും പ്രൊസീജിയറൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട പരിപാടി എടുക്കുക. എന്ത് ചെയ്യാം? നിങ്ങൾ മോർസോൾട്ട് എടുക്കുമ്പോൾ മോർസോൾട്ട് എത്ര ഗ്രാം ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാറ്? നിങ്ങൾക്ക് M/20 ആണോ M/10 ആണോ? മോർസോൾട്ടിന് M/10 ആണ് അവർക്ക് ചെയ്തേക്കുന്നത്, മറ്റതിന് M/20 ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. എന്ത് M/10 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോൺസെൻട്രേഷൻ 1/10 എന്ന് പറഞ്ഞാൽ 0.1 മോളാർ. അതിന്റെ മീനിങ് അതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 1/10 എന്ന് പറയുന്നതാണ് M/10 കേട്ടോ. ഡൗട്ട് ഉണ്ടോ? M/10 ഈ M/10 എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം ആയിരിക്കും എടുക്കുന്നത് മോർസോൾട്ട്? മോർസോൾട്ടിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയാ? മോളാർ മാസ് 392. എത്ര വരുന്നേ? 392 അല്ലെ? ഓർത്ത് നോക്കാം. മോർ സോൾട്ട് എന്ന് പറയുമ്പോൾ 392 ആണ് വരിക. 392. അതിൽ നിന്ന് നമ്മൾ നോർമലി അത് 100 ഗ്രാമിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ 100 ml എടുക്കുന്നത് അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ എത്ര എടുക്കുക? 3.92 വേ ചെയ്തെടുക്കും. 3.92 വേ 100 ml എടുക്കുന്നതുകൊണ്ടാണ് വരുന്നത് അല്ലെ? അത് 1000 ml വരുമ്പോൾ കറക്റ്റ് ആയില്ലേ? 39 ആവില്ലേ? ഓക്കെ, അപ്പൊ 3.92 ഗ്രാം വേ ചെയ്ത് നിങ്ങൾക്ക് എത്ര സ്കൂളിൽ എടുക്കണം? നിങ്ങൾക്ക് എല്ലാവർക്കും വേ ആണ്. ചില സ്കൂളിൽ അത് എടുത്ത് വേ ചെയ്ത് തരും. വേ ചെയ്തെടുക്കണം, അറിയാലോ? ഓക്കെ, അപ്പൊ പരമാവധി നിങ്ങൾ ഈ 3.92 തന്നെ എടുക്കുക. അപ്പൊ അയാളുടെ ബുക്കിൽ ചെയ്തപ്പോൾ 3.91 എടുത്തു. അപ്പൊ 3.92 എടുത്തു. എന്നിട്ട് ആദ്യം നിങ്ങൾ എന്ത് കണ്ടെത്തും? ആദ്യം എന്താ ചെയ്യാം? 3.92 എടുത്തിട്ട് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് അല്ലെ? സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുക്കും. ഇത്ര വല്ല ചോദിച്ചോ? ബോട്ടിലിന്റെ വേ ചെയ്യും കേട്ടോ. വേ ചെയ്യും. അപ്പൊ പ്രണവ് പറഞ്ഞ ആദ്യം നമ്മൾ ബോട്ടിലിന്റെ വേ ചെയ്യും, എന്നിട്ട് അതിലേക്ക് ഇടും അല്ലെ? ഓർത്ത് നോക്കാം. എന്നിട്ട് അത് മൈനസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണ്ടേ? 3.92. അത് എടുത്തിട്ട് നമ്മൾ എന്തിലേക്ക് ഇടുക? ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്ത് 100 ml അതില് കോണിക്കൽ ഫ്ലാസ്ക് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിലേക്ക് ഇടും അല്ലെ? ഓക്കെ, അതിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യും? അമർത്തണം. ഇതൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അല്ലെ? ഒരു ഡ്രോപ്പ് പോലും കൂടാതെ വെക്കും. അതിനെന്താ വിളിക്കുക? ആ സൊല്യൂഷന് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ആ സ്റ്റാൻഡേർഡ് സൊല്യൂഷനിൽ ആണ് എത്ര വരേണ്ടത്? 1/10 അല്ലെ? എന്ന് പറഞ്ഞ 0.1 മോളാർ എന്തുണ്ട്? മോർ സോൾട്ട് ഉണ്ടോ? നോൺ ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്. നമുക്ക് എന്തിന്റെ കണ്ടെത്തണ്ടേ? ഇതിൽ എയിം എന്തായിരിക്കും? സ്ട്രെങ്ത് ഓഫ് ഡാഷ്, അതാണ് എയിം. Km. സ്ട്രെങ്ത് ഓഫ് KMnO4 ഈക്വൽ ടു എന്താണ്? ജോസ് പറയാൻ റെഡി ആയിരിക്കും. സ്ട്രെങ്ത് ഓഫ് KMnO4 ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ലാസ്റ്റ് ഇക്വേഷൻ അതാ. മോളാർ മാസ് ഓഫ് KMnO4 ഇൻറ്റു മൊളാരിറ്റി കേട്ടോ. മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ്, അതാണ് സ്ട്രെങ്ത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കണ്ടെത്തണം? മൊളാരിറ്റി ഓഫ് KMnO4 കണ്ടെത്തണം അല്ലെ? ഓക്കെ, അതിലേക്കാണ് എയിം ചെയ്യുന്നത്. പക്ഷെ ആദ്യം നമ്മൾ കണ്ടെത്താൻ പോകുന്നത് മൊളാരിറ്റി ഓഫ് എന്താ കണ്ടെത്തുന്നത്? KMnO4. മൊളാരിറ്റി ഓഫ് KMnO4 എത്രയായിരിക്കും? ഇത് കറക്റ്റ് ആയിട്ട് 3.92 എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.1. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? 0.09 കിട്ടുള്ളൂ. ഐഡിയ മനസ്സിലായോ? ഓർത്ത് നോക്ക്. ഇത് 3.91 ഒക്കെ ആവാണെങ്കിൽ കുറഞ്ഞു പോകും. അപ്പോ കറക്റ്റ് ഈ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0. അഭിനവ് ഇടക്ക് പോയല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ കയറാൻ പറ്റിയില്ല അല്ലേ? ആണാ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതിൽ തെളിഞ്ഞു വരൂല, അതാണ് പ്രശ്നം. ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ. നമ്മളെ പ്രാക്ടിക്കലിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയതാ. ഓക്കെ, അങ്ങനെ നമുക്ക് അത് കിട്ടി. പിന്നെ സെക്കൻഡ് ഇക്വേഷൻ എന്താ നമ്മൾ കണ്ടെത്തണ്ടേ? മൊളാരിറ്റി ഓഫ് KMnO4 ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? മൊളാരിറ്റി ഓഫ് KMnO4 ഈക്വൽ ടു എന്താ ഇക്വേഷൻ? അതാണ് മെയിൻ ഇക്വേഷൻ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റ് എത്രയായിരിക്കും ഇതില്? 1:5. എത്ര വരുന്നത്? 1:5. ഓക്കെ, 1:5 വെച്ചിട്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തും? 1:5 എങ്ങനെ കണ്ടെത്തണമെന്ന് ഓർമ്മയുണ്ടല്ലോ? റിഡോക്സിൽ 5 വരും. അത് നമുക്ക് എടുക്കാം കേട്ടോ. നോക്കാം പ്രിൻസിപ്പിൾ എടുക്കുമ്പോൾ. മെയിൻ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അപ്പൊ അവർക്ക് റെഡിമെയ്ഡ് ഇക്വേഷൻ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് M1V1 ഈസ് ഈക്വൽ ടു M2V2. ഇതാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത്. ഇത് MKMnO4 ആണ് എങ്കിൽ ഇതെന്തായിരിക്കും? V
KMnO4. KMnO4 ഇതെന്തായിരിക്കും? M2 എന്ന് പറഞ്ഞാൽ മോർ സോൾട്ട് ആണ് അല്ലെ? മൊളാരിറ്റി ഓഫ് മോർ സോൾട്ട്, വോളിയം ഓഫ് മോർ സോൾട്ട്. ഓർത്ത് നോക്കാം. അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും? MKMnO4 ഈക്വൽ ടു മൊളാരിറ്റി ഓഫ് മോർ സോൾട്ട്, വോളിയം ഓഫ് മോർ സോൾട്ട് ഡിവൈഡഡ് ബൈ എന്ത് വരും? വോളിയം ഓഫ് KMnO4. ഇനി ഇതിന്റെ റേഷ്യോ 1:5 ആണ്. അതുകൊണ്ട് ഇവിടെ 1/5 ഇതാണ് എഴുതേണ്ടത്. ഈ ഇക്വേഷൻ ആണ് ഇതിന്റെ മെയിൻ ഇക്വേഷൻ. ഇനി ശ്രദ്ധിക്കുക, ഇതെന്തായിരിക്കും? മോർ സോൾട്ട് പൊളാരിറ്റി എത്രയായിരിക്കും? 0.1. അത് നമുക്ക് മര്യാദ കറക്റ്റ് ഈ വാല്യൂ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ 3.92 എടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എഴുതാം ഇത് 0.1. ഇത് എത്രയായിരിക്കും? ഇത് ഫിക്സ്ഡ് ആണ്. ഇത് എത്രയായിരിക്കും? പിപ്പറ്റ് എടുക്കുന്ന എത്രയാ? പിപ്പറ്റ് 20 ml അല്ലെ? മോർ സോൾട്ടിൽ എടുക്കുന്നേ ഫ്ലാസ്കിലേക്ക് അല്ലെ? 20 ml മോർ സോൾട്ട് എടുക്കും. എന്നിട്ട് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് എത്ര ആഡ് ചെയ്യും? നമുക്ക് സ്കൂളിൽ പറഞ്ഞ പോലെ ചെയ്തേക്കണം കേട്ടോ. 20 ml അല്ലെ? 2 ടെസ്റ്റ് ട്യൂബ് ഒക്കെ ആയിരിക്കും 10 ml അല്ലെ? അങ്ങനെയാണ് പല സ്കൂളിലും വരുന്നത്. അത് നിങ്ങൾക്ക് അതേപോലെ തന്നെ പറഞ്ഞേക്കുന്നത്, മിസ് പറഞ്ഞേക്കുന്ന പോലെ ചെയ്യാം. ദെൻ ഓക്സാലിക് ആസിഡ് ഹീറ്റ് ആക്കണം. ഇത് വേണ്ട അല്ലെ? ഓക്കെ, ഓർമ്മ ഉണ്ടാവുമല്ലോ അതൊക്കെ പറഞ്ഞേക്കുന്നത്. ദെൻ ഇത് എന്ത് ചെയ്യും? ഇത് മാത്രമാണ് ബ്യൂററ്റ്. കണ്ടോ? ഓർത്തോ, ഇത് മാത്രമാണ് ബ്യൂററ്റ്. ബ്യൂററ്റിൽ വരുന്നത് ഇത് അല്ലെ? 19.1, 18.17 ആ വാല്യൂ ആണ്. അപ്പൊ ഇവിടെ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മളെ ടേബിൾ ആക്കി വരക്കുന്നത്. ഓക്കെ, ഇനി ഇതാണ് ഓക്സാലിക് ആസിഡിൽ എന്തായിരിക്കും ഇക്വേഷൻ? MKMnO4 ഈക്വൽ ടു M ഓക്സാലിക് ആസിഡ് V ഓക്സാലിക് ആസിഡ്. ഇവിടെ എന്തായിരിക്കും? V KMnO4. ഇവിടെ എത്രയായിരിക്കും? 2/5. ആരോ പറഞ്ഞു അല്ലെ? 2/5. അപ്പൊ ഓക്സാലിക് ആസിഡിൽ ഇത് 2/5 ആയിരിക്കും. അത്ര വ്യത്യാസം. ഇവിടെ എപ്പോഴും കണ്ടോ, KMnO4ന്റെ അടുത്ത് എപ്പോഴും എന്തുണ്ടാവും? 5. KMnO4ന്റെ അടുത്ത് എത്ര ഉണ്ടാവും? 5. കേട്ടോ? ഓർത്തോ, എന്തുകൊണ്ടാണ് KMnO4ന്റെ അവിടെ 5 വരുന്നത്? 5 ഇലക്ട്രോൺ ആണ്. നമുക്കറിയാലോ ഡിഫറൻസ് അല്ലെ? ഓക്സിഡൈസിങ് ആക്ഷൻ എഴുതുമ്പോൾ ഡിഫറൻസ്, അത് പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അത് സെയിം ആയിട്ട് വരുന്നതാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള അതിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടി? മൊളാരിറ്റി ഓഫ് KMnO4 കിട്ടി. ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും? സ്ട്രെങ്ത് ഓഫ് KMnO4 ഈക്വൽ ടു മൊളാരിറ്റി ഓഫ് KMnO4 ഇൻറ്റു മോളിക്കുലർ മാസ്. എത്രയായിരുന്നു മോളിക്കുലർ മാസ്? കിട്ടി. എത്രയാ? 158 കണ്ടോ അല്ലെ? 158 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ എന്ത് കിട്ടും? ആ പറയുന്ന ഇക്വേഷൻസ് കിട്ടി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ നോക്കുക. ഒരു ബേസിക് ഐഡിയ പറയുന്നു. ഇനി ഇതിന്റെ ഓർഗാനിക് ആണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേര് എന്തായിരുന്നു? ഫസ്റ്റ് സാച്ചുറേഷൻ ആൻഡ് അൺസാച്ചുറേഷൻ. അതിൽ നിങ്ങൾക്ക് എന്തേ വെക്കുള്ളൂ? അൺസാച്ചുറേറ്റഡ് വെക്കോ? ഇല്ല, സാച്ചുറേഷനെ വെക്കുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോ ബേസ് റിയേജന്റ് എന്താ? KMnO4 ഡീക്ലറൈസേഷൻ അത് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും സാച്ചുറേറ്റഡ് ആയിരിക്കും. രണ്ടാമതാണ് ആൽക്കഹോൾ. ആൽക്കഹോളിന്റെ ടെസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് ടെസ്റ്റ് ആലോചിക്കുന്നേ കണ്ടോ? കിട്ടി, സാറൊക്കെ കിട്ടി. കണ്ടോ? ഓർത്ത് നോക്കുക. എന്താ? സോഡിയം മെറ്റൽ ഇടും. ആൽക്കഹോളിലേക്ക് എന്താ ഇടുന്നത്? സോഡിയം മെറ്റൽ. അപ്പൊ എന്ത് വരും? ഹൈഡ്രജൻ ഗ്യാസ് അല്ലെ? ഹൈഡ്രജൻ ഗ്യാസ് അല്ലെ? CH3 CH2OH പ്ലസ് Na gives CH3 CH2ONa പ്ലസ് H2. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് മെറ്റൽ അല്ലെ? റിയാക്ട് വിത്ത് ആസിഡ് ഗീവ്സ് എന്ത് വരും? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് എന്ത്? എസ്റ്റർ ടെസ്റ്റ് അല്ലെ? എസ്ട്രിഫിക്കേഷൻ. എസ്റ്ററിലേക്ക് എന്താ? ആൽക്കഹോളിലേക്ക് എന്ത് ഇടണം അല്ലെ? ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബോക്സിലിക് ആസിഡ് ഇടും. അപ്പോ ഫ്രൂട്ടി സ്മെൽ അല്ലെ? അത് കൂൾ ചെയ്ത് 10 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ എന്തിലേക്ക് ഒഴിക്കണം? ഒരു വാട്ടറിലേക്ക് ഇടും. അപ്പോഴാണ് സ്മെല്ല് വരുന്നത് അല്ലെ? ഓക്കെ, ആ ടെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ആൽക്കഹോൾ കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന്റെ ഫസ്റ്റ് പ്രിലിമിനറി എന്തായിരുന്നു? കൊക്കക്കോളയിലേക്ക് ഒരു സാധനം ഇടുമ്പോൾ ഇങ്ങനെ വരൂലേ? ആ ടെസ്റ്റ് നമ്മുടെ ഇതിലും പഠിച്ചതാണ്. എന്തായിരുന്നു? എന്താ ഇടണേ? ബേക്കിംഗ് സോഡ അല്ലെ? അപ്പോ കാർബോക്സിലിക് ആസിഡ് ആ ഗിവൺ ആയിട്ട് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ഇടുന്നത് സോഡിയം ബൈകാർബണേറ്റ് NaHCO3 അല്ലെ? സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡ ഇടുമ്പോൾ എന്ത് വരും? ബ്രിസ്ക് റെഫറൻസ് ഓഫ് CO2. അപ്പൊ എന്തായി? പ്രിലിമിനറി ആയിട്ട് കാർബോക്സിലിക് ആസിഡ് കിട്ടി. അത് കഴിഞ്ഞ എസ്ട്രിഫിക്കേഷൻ, കൺഫോർമേറ്ററി. അത് കഴിഞ്ഞ നെക്സ്റ്റ് ഫിനോളിന്റെ ടെസ്റ്റ്, ഡാഷ് ടെസ്റ്റ്. FeCl3 വയലറ്റ് കളർ അല്ലെ? അത് കിട്ടി. അതിന്റെ കൺഫോർമേറ്ററി ഏതാ? കൺഫോർമേറ്ററി ആയിട്ട് നമ്മള് താലിക് ആസിഡ് പഠിച്ചില്ലേ? അതിൽ താലമൈഡ് ഇടും. താലമൈഡ് അല്ലെ? താലമൈഡ് ഇട്ടിട്ട് NaOH ഇടുമ്പോൾ ഡാഷ് കളർ വരാം, പിങ്ക്. താലമൈഡ് ഓർത്തോ. താലമൈഡ് ഇടുമ്പോൾ എന്ത് കളറാ വരുന്നത്? NaOH കൂടി ഇട്ട് കഴിഞ്ഞാൽ പിങ്ക് കളർ വരും. അതാണ് അതിന്റെ കൺഫർമേറ്ററി. വലിയൊരു ഇതൊക്കെ ഉണ്ട് അല്ലെ? അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആക്ച്വലി ഏറ്റവും നന്നായിട്ട് വരുന്നത്
ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ആൽഡിഹൈഡ് കീറ്റോണിന് ജനറൽ ടെസ്റ്റ് എന്തായിരുന്നു? ഏതായിരുന്നു? അല്ലേ, ഓർത്ത് നോക്കുക. DNP ചെയ്യും അല്ലേ, DNP അല്ലേ നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. DNP ചെയ്യുമ്പോൾ എല്ലാം വന്ന ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ടോളറൻസ് ടെസ്റ്റ് ചെയ്യും. ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ആണ് ഡാഷ് കിട്ടുക. ടോളറൻസ് എന്താ? അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. അത് ചെയ്യുമ്പോൾ നമുക്ക് സിൽവർ മിറർ കിട്ടിയാൽ ആൽഡിഹൈഡ് ആണ്, സിൽവർ മിറർ കിട്ടിയില്ലെങ്കിൽ അത് കീറ്റോൺ ആണ്. അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കുക. ദെൻ അത് കഴിഞ്ഞാൽ അമീൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് 3 അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ടോട്ടാലിറ്റി അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും, അത് മാറണം. എനിക്കിത് ഇന്നതാണ് വരുന്നത്. ഇനി ക്രോമാറ്റോഗ്രഫി എന്താ ഞാൻ ഇപ്പൊ പറയാൻ കാരണേ, നിങ്ങൾക്ക് പ്രാക്ടിക്കലൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ക്രോമാറ്റോഗ്രഫി എന്താ? അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ? റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഡിഫറെന്റ് കമ്പോണന്റ് ഇൻ ഡിഫറെന്റ് റേറ്റ്. അതാണ് ക്രോമാറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുമരിലേക്ക് ഞാൻ കുറച്ച് ഇവിടെ നോക്കി, എന്റെ കയ്യിൽ കുറച്ച് ഗ്ലൂ ഉണ്ട്. ആ ഗ്ലൂവിൽ ബ്ലൂ കളറിലെ ഗ്ലൂ ആ, കുറച്ച് വെള്ളം ചേർത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂ ആയിരിക്കും പിടിച്ചു നിൽക്കുന്നത്, വെള്ളമായിരിക്കും കൂടുതൽ ചുമരിൽ. ഒരു ഗ്ലൂ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ എറിഞ്ഞു. അപ്പൊ ആരായിരിക്കും കൂടുതൽ പിടിച്ചു നിൽക്കുന്നത്? ഗ്ലൂ ആയിരിക്കും, വെള്ളമായിരിക്കും? ഗ്ലൂ എന്തുകൊണ്ട് പിടിച്ചു? ഗ്ലൂവിന് ആ ചുമരിൽ പിടിക്കാനായിട്ടുള്ള റേറ്റ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, പിടിക്കാനുള്ള പവർ കൂടുതലായിരിക്കും. അതുപോലെ ലോകത്തിലുള്ള പല പല സബ്സ്റ്റൻസിനും ഒരു പെർട്ടിക്കുലർ സർഫസിൽ പിടിക്കാനുള്ള ആ ഡിഫറൻസ് ആയിരിക്കും. അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. ADSORPTION. ശരിക്കും അബ്സോർപ്ഷൻ, സോപ്ഷൻ, അബ്സോർപ്ഷൻ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്, സർഫസ് കെമിസ്ട്രി. അപ്പോ ഈ അബ്സോർപ്ഷനിൽ അവർ പറയുന്നത് ക്രോമാറ്റോഗ്രാഫിക് പേപ്പർ എടുക്കുമല്ലോ, അതിനെ വിളിക്കുന്ന പേര് അഡ്സോർബെന്റ് എന്നാണ്. ആ പേപ്പറിന് എന്താ? അഡ്സോർബെന്റ്. നമ്മൾ അതിലേക്കൊരു ഇങ്ക് ഇടില്ലേ, ആ ഇങ്ക് എന്തായിരുന്നു? അഡ്സോർബേറ്റ്. അത് മൊബൈലാണ്, മൂവബിൾ ആണ്. അതെന്താണ്? അഡ്സോർബേറ്റ്. ഇനി എങ്ങനെ ചെയ്യാറ്? പേപ്പർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങൾക്ക് ക്രോമാറ്റോഗ്രഫി ചെയ്തല്ലേ? എത്ര സെന്റിമീറ്റർ പേപ്പർ കട്ട് ചെയ്തെടുത്തേ? 10 ആയിരുന്നോ? അത്ര എടുത്തോളോ? അവർക്ക് 20 and 2.5 അല്ലേ മോനെ? അവർക്ക് 20 and 2.5. നിങ്ങൾക്ക് 10 ആയിരുന്നുള്ള ഉറപ്പല്ല? ഓക്കെ, അത്രയെന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം, ഓരോരുത്തർക്ക് ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അവരുടെ പേപ്പറിൽ അവർ ചെയ്ത് 20 and 2.5 ആണ്. ഏതാണ് നിങ്ങളുടെ സ്കൂളിൽ പറയുന്നത് അതുപോലെ തന്നെ എടുക്കണം. ബേസ് ലൈൻ എത്രയായിരുന്നു? 2.5 അല്ലേ? ഓക്കെ, അപ്പൊ ആ ബേസ് ലൈൻ എടുത്തു. എന്നിട്ട് ആണ് ആ ബേസ് ലൈനെ വെച്ചു. പിന്നെ RF കണ്ടെത്തും. RFന്റെ ഇക്വേഷൻ എന്താണ്? അതാണ് ആകെ അതിൽ പഠിക്കാനുള്ളത്. RF ഡിസ്റ്റൻസ് ട്രാവൽ ബൈ പറഞ്ഞേ കമ്പോണന്റ് ഫ്രം ദി ബേസ് ലൈൻ ഡിവൈഡഡ് ബൈ സോൾവെന്റ് അല്ലെ, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി സോൾവെന്റ്. അതാണ് RF റേറ്റ് അനുസരിച്ചിട്ടാണ് അതിനെ നമ്മൾ കാറ്റഗറൈസേഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചോദിക്കണം എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. ഇവിടം വരെയാണ് നമ്മൾ നോക്കിയത്. ഇനി ഈ ഒരു ടോപ്പിക്ക് വന്നാൽ എഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 2 ലോ വരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു? ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ പറഞ്ഞോ, എക്സാം ആയിരുന്നു, പറഞ്ഞോ ഫസ്റ്റ് ലോ. ശരിയാ, കെമിക്കൽ ഇക്വേഷൻ എന്തായിരുന്നു? ക്യൂബിക്കൽ IT വരുന്നുണ്ട് അവിടെ. അല്ലാതെ ആ ഇക്വേഷൻ എന്തായിരുന്നു? അത് രണ്ടാമത്തേനാ. ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഫസ്റ്റ് ലോ ഇതാണ്. amount of chemical reaction is directly proportional to quantity of electricity കേട്ടോ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് കേട്ടോ. ഓർത്ത് നോക്കുക, ഇത്രേ ഉള്ളൂ. എത്ര എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ചാർജിന് പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. സെക്കൻഡ് ലോ എന്താ പറയുന്നത്? സെക്കൻഡ് ലോയിൽ ഈ പറഞ്ഞ വേർഡ് ഉണ്ട്. ഡിഫറെന്റ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ബൈ ദി സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി is directly proportional to the chemical equivalent weight. അതാണ് ഈ M/N എന്ന് പറയുന്നത്. M/N ഇവിടെ നമുക്ക് Q equal to IT ഉണ്ട്, നിങ്ങൾക്ക് അറിയാം എന്ന് എഴുതിയിട്ടാണ് എഴുതാഞ്ഞത് കേട്ടോ. ഓർത്ത് നോക്കുക, Q equal to IT എന്ന് പറയുന്നത്. ദെൻ Q equal to IT യും M/N കൂടി ചേർന്നിട്ടാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ ഇത് വെച്ചിട്ടാണ് നമുക്ക് W എന്ന് പറഞ്ഞാൽ എന്തായിരുന്നത്? വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ ഇലക്ട്രോഡ് ആണ് അല്ലെ. W is equal to ZIT എന്നാണ് നിങ്ങൾ മിക്കവരും പഠിക്കുക. ഇസഡിന് പകരമാണ് ഇത് M/NF എന്ന് തന്നെ പഠിക്കുക കേട്ടോ. ഓർത്ത് നോക്കുക, M/NF into IT കേട്ടോ. ഓർത്ത് നോക്കുക, ഇവിടെ T എന്തായിരിക്കണം? എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം, T സെക്കൻഡ് ആയിരിക്കണം. ഇവിടെ T എപ്പോഴും സെക്കൻഡ് ആയിരിക്കണം. ഇവിടെ T എന്തായിരിക്കണം? മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ്, അവർ ആണെങ്കിൽ അവർ, ഇയർ ആണെങ്കിൽ ഇയർ, ഒന്നും മാറ്റാൻ പോരുത്. ഈ ചാപ്റ്ററിൽ
ടി എവിടെ തന്നാലും എന്തായാലേക്ക് മാറ്റണം, സെക്കൻഡിലേക്ക് മാറ്റണം. ഈ ചാപ്റ്ററിൽ ടി ഇയർ തന്നാൽ ഇയർ തന്നെ മാറ്റാൻ പോണ്ട. ഓക്കെ, ഓർത്ത് വെക്കുക, അത് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അത്രയാണ്. അപ്പൊ ഈ ഫസ്റ്റും സെക്കൻഡും കേട്ടോ ഓർത്ത് വെക്കുക. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് പറയേണ്ടി വരും കേട്ടോ. ഓക്കെ, ഒരു പ്രാവശ്യം കാണാതെ എഴുതിപ്പിക്കും. വേഗം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, എന്നിട്ടേ വിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് വേഗം ഒന്ന് പഠിച്ചു നോക്കുക. ദെൻ കെമിക്കൽ കാനറ്റിക്സ് അവിടെ നിന്ന് കിട്ടെ ഫസ്റ്റും സെക്കൻഡും ക്ലിയർ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ആദ്യം പഠിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒന്ന് പറയണം. ഓക്കെ, ഏതാ മോനെ? ഇതാ അതുണ്ട്. ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പിന്നെ അവിടെ കുറെ ക്വസ്റ്റൻ ഉണ്ട്, അതുകൊണ്ട് അതവിടെ ഞാൻ പോസ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആൽഫ ഈക്വൽ ടു I-1 ഡിവൈഡ് ബൈ N-1 അതൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, ഏതാ മോനെ? ഏതാ? സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ എന്താ പറയാ കോൺസെൻട്രേഷൻ തന്നെയാണ്. അപ്പോൾ ഒരു കാറ്റഗറൈസേഷൻ വരുന്നു. ഇപ്പോൾ മൊളാരിറ്റി എന്ന് പറയുന്നത് അത് ഡിവൈഡ് ബൈ അപ്പോൾ എത്ര എമൗണ്ട് ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് കൊണ്ടുവരാം. സ്ട്രെങ്ത് നോക്കുമ്പോൾ മൊളാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇൻറ്റു അതിന് മോളിക്കുലർ മാസം കൂടി വരും. അപ്പോൾ എന്ത് പറ്റും, ഒന്ന് പവർ കൂടുതലായിരിക്കും. എന്താ പറയുക, G star cell constant G star cell constant equal to R kappa. Cell constant എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഔട്ടില്ലേ, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ അന്നൊരു കഥ പറഞ്ഞ ഓർമ്മയുണ്ടാവും. നമ്മൾ ബാറ്ററി ബൾജ് ചെയ്ത് പോയി. ബൾജ് ചെയ്താൽ എന്ത് പറ്റും? നമ്മുടെ മൊബൈലിന്റെ ബാറ്ററി ബൾജ് ചെയ്തു. അങ്ങനെ ബൾജ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ് മാറും. കാരണം എന്താ? അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറും, ലെങ്ത് മാറും. ഏരിയയും ലെങ്ത് മാറിയാൽ എന്ത് മാറും? R മാറും. R മാറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന സെല്ലിൽ നിന്ന് ഔട്ട് വരുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ വോൾട്ടേജ് ഡിഫറൻസ് വന്നാൽ എന്ത് പോകും? മൊബൈലിലേക്ക് മദർ ബോർഡ് അടിച്ചു വരും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സെല്ല് ഉണ്ടെങ്കിൽ ആ സെല്ലിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് വരും. ആ കോൺസ്റ്റന്റ് വോൾട്ടേജ് വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെൽ കോൺസ്റ്റന്റ് കേട്ടോ. ഓർക്കുക, അതാണ് G സ്റ്റാർ ആയിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, G star equal to L/A അല്ലെങ്കിൽ R kappa കേട്ടോ. ഓർക്കുക, കേട്ടോ. ഇന്നിപ്പോ ഫസ്റ്റ് സൊല്യൂഷന്റെ പറയാ, അത് കഴിഞ്ഞ സൊല്യൂഷന്റെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം? ഇത് പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ 3 ചാപ്റ്റർ ഒറ്റയടിക്ക് എഴുതിപ്പിക്കലാണ്, എക്സാം പോലെയാണ് കേട്ടോ. ഓർത്തുക, തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം എന്ത് എഴുതണം? 3 ചാപ്റ്ററിന്റെ ഒരുമിച്ച് ഇക്വേഷൻസ് എഴുതാം. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഓർഗാനിക് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായി. ഈ പ്രാക്ടിക്കലിനെ പറഞ്ഞുകൊണ്ട് പിന്നെ വിട്ടു എന്നുള്ളതോ അല്ലെങ്കിൽ ഓർഗാനിക് പഠിച്ചൊന്നും കൂടി ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ വീണ്ടും ഇങ്ങനെ ഇടക്കിടക്ക് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. ഓക്കെ, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ കുറേ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കത്തി പിന്നെ നിങ്ങൾ കുറച്ചും കൂടി അല്ലേ എക്സാം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ചൂടൊക്കെ വന്നു തുടങ്ങും കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ സിസ്റ്റമായിട്ട് പതുക്കനെ കയറാം കേട്ടോ. പഠിച്ചോ? ഇല്ല അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? പറയാൻ പറ്റുമല്ലോ? അവിടെ ഒന്ന് പറയണം. വാ, ഓടി വാ. ഫസ്റ്റ് ചാപ്റ്റർ ഉള്ളൂ കേട്ടോ. അത് കാണണ്ട, പ്രണവ് റെഡിയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിന്റെ അവിടെ വന്നിട്ട് molarity given mass by molar mass into 1000 by volume of the solution. പിന്നെ molarity given mass by molar mass into 1000 by mass of solvent. പിന്നെ mole fraction Na, I mean chi A is equal to Na by Na plus Nb, chi B is equal to Nb by Nb plus Na. പിന്നെ Henry's law, P is equal to P naught into Kh into chi. Raoult's law, P is equal to P naught into chi. പിന്നെ colligative property, relative lowering of vapor pressure, P0 minus P by
P0 is equal to chi2. പിന്നെ elevation in boiling point, delta TB is equal to KB into molarity. പിന്നെ delta KF, depression in freezing point is equal to delta TF is equal to KF into molarity. പിന്നെ osmotic pressure pi is equal to CRT. പിന്നെ I is equal to മറ്റേ Van factor, I is equal to normal mass by abnormal molar mass. First one, molarity, capital M equal to number of moles of solute by volume of solution in liter, W2 by M2 into 1000 by volume in milliliter. Then molality, number of moles of solute by mass of solvent in kilogram, W2 by M2 into 1000 by W1 in gram. Then mole fraction, XA equal to Na by Na plus Nb, XB equal to Nb by Na plus Nb, XA plus XB equal to 1. പിന്നെ colligative property, Henry's law, P equal to Kh into X, where Kh is the Henry law constant, and Raoult's law, P is equal to P naught into X. Colligative property, first one, relative lowering of vapor pressure, delta P by P naught equal to X2. Elevation in boiling point, TB minus TB naught equal to KB into small m. Depression in freezing point, TF naught minus TF equal to KF into small m. Osmotic pressure, pi is equal to CRT or N by VRT. പിന്നെ abnormal molar mass, I is equal to normal molar mass by abnormal molar mass, or observed colligative property calculated. Molarity WB by MB into 1000 by V. Molality WB by MB into 1000 by WA. Mole fraction XA is equal to NA by NA plus NB. Then XB is equal to NB plus NA plus NB. And the next Henry's law, P equal to Kh into chi. Then P is equal to P naught into chi. Then Raoult's law, P naught minus P by P naught is equal to chi. Delta TB is equal to KB into M. Delta TF is equal to KF into M. Pi is equal to CRT. Then I is equal to normal molar mass by abnormal molar mass. Molarity is equal to WB by MB into 1000 by W1. Molarity is equal to WB by MB into 1000 by WA. Mole fraction is equal to NA is equal to chi A is equal to NA by NA plus NB. Chi B is equal to NB by NA plus NB. Henry's law, P is equal to KH into chi. Raoult's law, P is equal to P naught into chi.
relative lowering of vapor pressure, P naught minus P by P naught is equal to chi2. Elevation in boiling point, delta TB is equal to KB into M. Depression in freezing point, delta TF is equal to KF into M. Osmotic pressure, pi is equal to CRP. പിന്നെ Van Hoff factor I is equal to normal molar mass by abnormal molar mass. Molarity WB by MB into 1000 by V. Molality WB by MB into 1000 by WA. Mole fraction chi A is equal to Na by Na plus Nb. Chi B is equal to Nb by Na plus Nb. Henry's P is equal to Kh into chi. Raoult's P is equal to P naught chi. Relative lowering of vapor pressure. P naught minus P by P naught is equal to chi2. Elevation in boiling point, delta TB is equal to KB into M. Depression in freezing point, delta TF is equal to KF into M. Osmotic pressure, pi is equal to CRT, and I is equal to normal molar mass by abnormal molecular mass. മൈൻഡ് ഭയങ്കര കൂളായിട്ടായിരിക്കും. ചോദിച്ചേ എന്നിട്ട് കേട്ടോ, എല്ലാം ചോദിച്ചു ഒരുമിച്ച് എല്ലാം പറയുമല്ലോ. 4, 3 അല്ലേ, സമയത്തിയല്ലോ. Molarity WB by MB into 1000 by volume of solution. Molality WB by MB into 1000 by WA in gram. Mole fraction chi A equal to Na by Na plus Nb. Chi B equal to Nb by Na plus Nb. Chi A plus chi B equal to 1. P equal to Kh into chi. P equal to P naught into chi. P naught minus P by P naught equal to chi 2. Pi equal to CRT. Delta TB equal to KBM. Delta TF equal to KF into M. I equal to normal molar mass by abnormal molar mass. Molarity equal to WB by MB into 1000 by volume. Molarity equal to WB by MB into 1000 by W1. Mole fraction equal to Na by Na plus Nb. P equal to Kh into mole fraction. P is equal to P1 naught into chi. P1 naught minus P1 by P1 naught equal to chi. Delta TB equal to KB into M. Delta TF equal to KF into M. I equal to normal molecular mass by abnormal molecular mass. Pi equal to CRT. Is E naught cell equal to E cathode minus E anode. E cell equal to E naught cell minus 0.059 by N log stoichiometric coefficient. E naught cell equal to 0.059 by N log Kc. Delta G equal to minus NF E naught cell. G equal to 1 by rho. G star equal to R into kappa. R equal to rho L by A. Lambda equal to
kappa into 1000 by C. F is equal to m by n. W equal to m by n f into IT. Weight equal to k into a raised to x into b raised to y. Weight equal to minus delta dr by dt equal to dp by dt. Order equal to x plus y. Zero order reaction k equal to r0 minus r by t. T half is equal to r0 by 2k. First order reaction k equal to 2.303 by t log r0 by r. T half equal to 0.693 by k. K equal to a raised to minus ea by rt. Log k equal to log a minus ea by 2.303 rt. Log k2 by k1 equal to ea by 2.303 t2 minus t1 by t1 into t2. സ്റ്റാർട്ട് ചെയ്യും. ബാക്കി രണ്ട് ഒന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് കേട്ടോ. നിങ്ങളുടെ പാരന്റ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Electrochemistry, E0 cell is equal to E cell minus E cathode minus E anode. പിന്നെ E0 cell is equal to E cell minus E cell is equal to E0 cell minus 0.059 by n log product concentration ion divided by reacting concentration ion. പിന്നെ equilibrium condition, low Kc condition, അത് E naught cell is equal to 0.59 by n into log Kc. പിന്നെ Gibbs equation, delta G is equal to minus n of E naught cell. പിന്നെ R is equal to rho L by A, G is equal to kappa A by L, G star cell constant is equal to R kappa. പിന്നെ limiting molar conductivity is equal to kappa by molarity into 1000. Degree of dissociation is equal to limiting molar conductivity by limiting molar conductivity. F is equal to m by n. W is equal to m by n f into IT. Chemical kinetics, rate is equal to minus delta reaction by delta t or equal to delta products by delta t. Rate is equal to rate law expression, rate is equal to rate constant into a raised to x plus into b raised to y. Order is equal to x by x plus y. First order reaction zero order reaction, rate is equal to r0 minus r by t. T half is equal to r0 by 2k. First order reaction, rate is equal to 2.303 by t into log r0 by r. T half is equal to 0.693 by k. Arrhenius equation, k is equal to a e raised to ea by rt. Log k is equal to log a minus ea by 2.303 rt. Log k2 by k1 is equal to ea by 2.303 r into t2 minus t1 by t1 t2. Electrochemistry, E naught cell equal to E naught cathode minus E naught anode. Non-situation E cell equal to E naught cell minus 2.303 RT by NF log anode by cathode. Concentration, Gibbs energy change,
delta RG node equal to minus NF E naught cell. Equilibrium constant at equilibrium, E cell equal to 0, therefore E naught cell equal to 0.059 by n log Kc, where Kc is the dissociation constant, and R equal to rho L by A, G is equal to conductance equal to 1 by R. Cell constant G star equal to R kappa, that is equal to L by A, where kappa is the conductivity 1 by rho. Molar alpha equal to lambda m by lambda naught m, lambda m equal to kappa by C, where C is the concentration, equal to kappa by m into 1000, F equal to m by n, W equal to m by nf into IT. Chemical kinetics, rate equal to delta minus delta R by delta T equal to delta P by plus delta P by delta T. Rate law expression is equal to K into A raised to X into B raised to Y. Order N equal to X plus Y. Zero order reaction, for zero order reaction, K equal to R0, concentration of R0 minus concentration of R by T. T half equal to concentration of R0 by 2K. First order reaction, K is equal to 2.303 by T log R0 by R. T half equal to 0.693 by K. Arrhenius equation, K is equal to A e raised to minus EA by RT. Log K is equal to log A plus minus EA by 2.303 RT. Log K2 by K1 equal to log K2 by K1 equal to EA divided by 2.303 R into 1 by T1 minus 1 by T2. E naught cell is equal to E naught cathode minus E naught anode. E cell is equal to E naught cell minus 0.059 by n log C raised to C, D raised to D, A raised to A, and B raised to B. E naught cell is equal to 0.59 by n log Kc. Then R is equal to rho L by A. Delta G is equal to minus NF into E naught cell. G is equal to R into kappa. R into kappa. Lambda m is equal to kappa into A by L. Then lambda m A by L. Thousand molarity. Alpha is equal to lambda m by lambda naught m. Then F is equal to m by n. W is equal to m by nf into I t. Rate is equal to R reactant by delta delta T delta P by delta T. Rate is equal to
b raised to I, പിന്നെ rate is equal to x plus y, r0 minus r by t half is equal to r0 by 2k. K equal to minus 2.303 by t log r0 by r. T half is equal to 0.693 by k. K equal to a raised to minus ea lt by r. Log k2 by k1 is equal to ea divided by 2.303 r t2 minus t1 divided by t1 കേട്ടോ. എവിടെയാണ് കഥ ഒന്ന് നോക്കാം, അതൊന്ന് റെക്ടിഫൈ ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. E naught cell is equal to E naught cathode minus E naught anode. E cell is equal to E naught cell minus 0.059 by n log c raised to c d raised to d by a raised to a b raised to b. Equilibrium constant E naught cell is equal to 0.059 by n log kc. Standard Gibbs energy delta G is equal to minus NF E naught cell. R is equal to rho L by A. G is equal to kappa A by L. G star is equal to R kappa, which is equal to L by A. Limit molar conductivity is equal to lambda m is equal to kappa by c into 1000. Alpha is equal to lambda m by lambda limiting molar conductivity. പിന്നെ alpha is equal to limiting molar conductivity is equal to c alpha square by 1 minus c alpha, 1 minus alpha. F is equal to m by n. W is equal to MIT by NF. Chemical kinetics rate is equal to minus delta R by delta T, which is equal to delta P by delta T. Rate is equal to K into A raised to X B raised to Y. Order is equal to X plus Y. First zero order R0 minus R by T is equal to K. T half is equal to R0 by 2K. First order K is equal to 2.303 log R0 by R by divided by T. T half is equal to 0.693 by K. പിന്നെ Arrhenius equation. K is equal to A e raised to EA minus EA by RT. പിന്നെ log K is equal to log A minus EA by 2.303 RT. പിന്നെ log K2 by K1 equal to EA divided by 2.303 RT into T2 minus T1 by T1 into T2. നിങ്ങൾ രണ്ടുപേരും അറിയുമ്പോൾ കേട്ടോ, അധികം വൈകണ്ട, കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് നിങ്ങളായിരിക്കും പറയാം.